ഇന്ന് ഹർത്താലായതുകൊണ്ട് രാവിലെ എന്താ പരിപാടി നോക്കിയതാണ്. 8 മണിയായി. എണീറ്റപ്പോൾ തന്നെ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴേക്കും അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ച് അതും കഴിച്ച് നേരെ പ്ലാവിലോട്ട് നോക്കി. ഇഷ്ടംപോലെ ചക്ക നിൽക്കുന്നു. പിന്നെ ചക്ക ആയാലോ, ഒന്നും നോക്കിയില്ല, തോട്ടിയെടുക്കാൻ പോയി. ഫുള്ള് നീറായിരുന്നു. നീറിൻ്റെ കടി കൊണ്ട് ഓടി. അവിടെ നിൽക്കാൻ പോലും പറ്റത്ര നീറ്. അങ്ങനെ അവസാനം ഒരു തോട്ടി സംഘടിപ്പിച്ച് ചക്ക ഒരെണ്ണം ഇട്ടു. കുഴപ്പമില്ല, അത്യാവശ്യം വലിയ ചക്കയാണ് ഇട്ടത്. ഇനി അതിൻ്റെ ബാക്കിയുള്ള പരിപാടിയാണ്. അപ്പോൾ ചക്കയ്ക്കൊരു ചമ്മന്തി ഉണ്ടാക്കണ്ടേ. മാവിലോട്ടും നോക്കി. അവിടെ 3-4 മാങ്ങ നിൽപ്പുണ്ട്. 2 മാങ്ങ അങ്ങ് പറിച്ചു. അത് ഫുള്ള് നീറായിരുന്നു. ഉറുമ്പൊടി കണ്ട് ഒരു മാങ്ങ പത്ത് സെറ്റായി. അപ്പോൾ തന്നെ ചക്ക വെട്ടി. ചക്ക ഞാനും അമ്മയും ചേട്ടനോടെ വെട്ടി അരിഞ്ഞ് ഒരു പരിവാക്കി. അതിനിടയ്ക്ക് ഒരു ചക്ക എടുത്ത് ടേസ്റ്റ് നോക്കി. കൊള്ളാം, നല്ല രുചിയുണ്ട്. അങ്ങനെ ഒരുവിധം ചക്ക തച്ച് അരമണിക്കൂറത്തെ പണിയുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല, നിസ്സാര പണിയല്ല, ഡേഞ്ചർ പണിയാണ്. ചക്കക്കുരു വേറെ മാറ്റി, ചക്കയും വേറെ മാറ്റി, എല്ലാം സെറ്റാക്കി. അത് ഇപ്പോൾ പിന്നെ ചക്കയ്ക്കുള്ളത് അമ്മ റെഡിയാക്കാൻ വിട്ടു. മാങ്ങ ഞാൻ പറഞ്ഞ പുളി, നല്ല പുളിയുണ്ട്. മാങ്ങ ചമ്മന്തി ആക്കട്ടെ. തേങ്ങയൊക്കെ സെറ്റ് ചെയ്ത് മാങ്ങ ചമ്മന്തി റെഡി. അപ്പോഴത്തേന് ചക്ക അമ്മ അടുപ്പിൽ വെച്ചു. ചക്ക ആവി കയറുന്നുണ്ട്. അപ്പോൾ ചക്കയ്ക്ക് അരയ്ക്കാനുള്ളതെല്ലാം അമ്മ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അമ്മ അങ്ങനെ ചക്കയ്ക്കുള്ളതെല്ലാം സെറ്റ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞില്ല, ചക്ക റെഡി. എന്താ നല്ല ചൂട് ആവി വറക്കുന്ന ചക്ക റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, സെറ്റപ്പായിരിക്കുന്നു. അപ്പോൾ ഉണ്ട് മീൻകറി, തലേദിവസം വെച്ച മീൻകറി കേട്ടോ, അത് തൊട്ടിട്ടില്ല, അതതുപോലെ ഇപ്പോൾ ഉണ്ട്. എന്തായാലും ചൂട് ചക്ക, ഇച്ചിരി മീൻകറി, ഇച്ചിരി മാങ്ങാ ചമ്മന്തി അങ്ങോട്ട് വെച്ചു. ചൂടാണ് കേട്ടോ, കഴിക്കാൻ വയ്യ. ഒരു വിധത്തിൽ എല്ലാം ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇച്ചിരി മാങ്ങാ ചമ്മന്തി, ഇച്ചിരി മീൻചാറൊക്കെ തൊട്ട് ചൂടുണ്ട് കേട്ടോ. നമ്മൾ വായിലോട്ടൊന്ന് വെച്ച് മോനെ, എന്താ ടേസ്റ്റ്, സൂപ്പർ, അടിപൊളി സാധനം, പൊളി.